ഇരിക്കുന്ന പാത്രം ഈ പാത്രം ചെറിയൊരു പരിപാടി ഉണ്ടാ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഞാൻ ഇപ്പൊ പോകുന്നത് പുറത്തേക്കാണ് കേട്ടാ. എവിടേക്കാണ്? കടയിലേക്ക്. വേറെ ഫാഷൻ ഹൗസിലായിട്ടാ പോയത്. അതിൻ്റെ ഉള്ളിൽ പോയത് എന്തിനാന്ന് വെച്ചാല് ഈ ഒരു ഐറ്റം അങ്ങനെ ഉണ്ടാ. ഇതിൽ ഏറ്റവും വലുത് നോക്കിയിട്ട് വാങ്ങിച്ചിട്ടാ നമ്മളെ സഞ്ചി. അങ്ങനെ നേരത്തെ വീട്ടിൽ സഞ്ചി വാങ്ങിച്ചു വന്നപ്പോഴാണ് ചേച്ചി വന്നത് കണ്ടത്. അങ്ങനെ ചേച്ചിനായിട്ട് കുറച്ചേരം വർത്താനം പറഞ്ഞതിന് ശേഷം ഞാൻ പാത്രങ്ങളൊക്കെ എടുത്തിട്ട് സഞ്ചിയിലേക്ക് ആക്കുന്നുണ്ട്. ഇത്ര വലിയ സഞ്ചി വാങ്ങിക്കാൻ കാരണം ഈ പാത്രങ്ങളൊക്കെ കയറാൻ വേണ്ടിട്ടുണ്ട് ഇത്ര വലിയ സഞ്ചി. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ പാത്രം സഞ്ചിയൊക്കെ ഇടുന്നു ഇത് എവിടേക്കാ പോകാൻ പറഞ്ഞിട്ടാണ്. ഞാൻ ചേട്ടൻ്റെ ബൈക്കൊക്കെ എടുത്ത് ചേച്ചിയായിട്ട് ഇത് പുറത്തേക്ക് പോവാണ്. ഇത് എവിടേക്കാ പോകുന്നത് വെച്ചാൽ നമ്മുടെ ഗുരുഭവനപുരിയിലേക്കാണ് പോകുന്നത്. അതായത് നമ്മൾ ഗുരുവായൂർക്ക് ഇന്ന് ഉത്സവം തുടങ്ങിയിട്ട് ആദ്യത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പകർച്ച വാങ്ങാനായിട്ട് പോവാണ്. കാലത്ത് പോകാൻ പറ്റില്ല, കാലത്ത് കഞ്ഞിയാണ് കേട്ടോ. വൈകിട്ടാണ് ഞങ്ങൾ പോകുന്നുണ്ട്. വൈകിട്ട് ചോറും രസകാലം ബൈക്കൊക്കെ പാർക്ക് ചെയ്ത് ആ സന്ധ്യയൊക്കെ ആയിട്ട് ഞാൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഇറങ്ങി കണ്ടിട്ടാ പുതിയൊരു ഡിസൈനിങ് ആണ്. എന്താന്ന് നോക്കിയാൽ ഒരു ഐറ്റം അടുത്ത് പോയി നോക്കിയപ്പോഴാണ് കേട്ടോ LED ബൾബാണ് കേട്ടോ. ഈ സംഭവം രാത്രി എത്തുമ്പോൾ നല്ല ഭംഗിയിരിക്കും. എന്തായാലും ഒരു ദിവസം രാത്രി വരണം. ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചേച്ചിക്ക് അറ്റത്തേക്ക് എത്തി. പകർപ്പ് കിട്ടുന്നിടത്ത് ഇനി ഒരുപാട് നടക്കാണ്ട് കേട്ടാ. എന്തായാലും നടക്കന്നെ. മേൽപ്പുറത്ത് ഒരു പ്രോഗ്രാം ഇതേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് വേറൊരു സ്റ്റേജ് കൂടി വന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും രാത്രി അവിടുത്തെ പ്രോഗ്രാം ഇത് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്. ഇത് നൈറ്റും നല്ല ഇത് കാണാൻ ഭംഗി ഉണ്ടാവും കേട്ടോ. ദേവസ്വത്തിന്റെ വേസ്റ്റ് വണ്ടിയും പോകുന്നുണ്ട്. ഇതാണ് നമ്മളുടെ പകർപ്പ് അങ്ങനത്തെ ഒരു കാർഡ് കിട്ടും. കാലത്തും വൈകിട്ടും നമുക്ക് പകർപ്പ് കിട്ടും കേട്ടോ. അത് കഴിപ്പിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഉത്സവ കലവറ കണ്ടത്. കായ്കറികൾ കുറഞ്ഞിട്ടായിരുന്നു. അതുപോലെ തന്നെ ഇലകളും കട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് പണിക്കാരുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. നല്ല രസമുണ്ട് കട്ടിങ് കാണാനായിട്ട്. ഒരുപാട് പേര് കൂട്ടം കൂടി നിന്നിട്ട് കട്ട് ചെയ്ത് പീസുകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ നേരെ പോയി നമുക്ക് കുളത്തിൻ്റെ ആയിരിക്കും നമ്മൾ അന്നദാനം കൊടുക്കുന്ന സ്ഥലത്താണ് കേട്ടോ. അവിടെ വലിയൊരു ക്യൂ. ഇതാണ് നമ്മുടെ സ്റ്റാഫിൻ്റെ ക്യൂ. ഞാൻ നേരെ പോയിട്ട് ക്യൂവിൽ വന്നു. വേറെ എന്താ വയ്യല്ലേ. അങ്ങനെ ക്യൂ നീങ്ങി ഏറ്റവും അവസാനം എൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഇതാണ് അവസ്ഥ. എവിടെ ചെന്നിട്ട് തന്നെ അവസ്ഥ. അങ്ങനെ കുറച്ചേരം കഴിഞ്ഞിട്ട് വീണ്ടും അകത്ത് കയറിയതിന് ശേഷം ഞാൻ പകർപ്പ് വാങ്ങാൻ അങ്ങനെ പകർപ്പും വാങ്ങിച്ച് ഞാൻ നേരെ പുറത്തേക്ക് ഇറങ്ങി. ചോറും രസകാലനും പപ്പടമൊക്കെയാണ് കേട്ടോ നമ്മൾ പകർപ്പിലുള്ളത്. ഈ സാധനം മുടിഞ്ഞ വെയിറ്റ്. എന്തായാലും വീട്ടിൽ പോയിട്ട് ഇന്നേക്കൊരു പുടി. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.